പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിൽ പെട്ട ഒരു കുളത്തിൻ്റെ അടുത്താട്ടോ. ഈ കുളത്തിനെ കോട്ടക്കുളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് പാലിയമകയിലുള്ള കുളമായിരുന്നു ഇത്. എന്നാൽ 2015 വന്ന പഞ്ചായത്ത് ഭരണസമിതി ഈ കുളം ഏറ്റെടുത്ത് നവീകരിക്കുകയും നീന്തൽക്കുളം പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. മുള്ളൂർക്കര സെൻട്രലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കുളത്തിലെത്താട്ടോ. വളരെ മനോഹരമായ വയലും ഭൂപ്രകൃതിയും ഒത്തിണങ്ങിയ സ്ഥലത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ കോട്ടക്കുളം ഒരുപാട് മനുഷ്യജീവനുകൾ അപഹരിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസവും ഈ കുളം ഒരു 18കാരൻ്റെ ജീവൻ അപഹരിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അവസാനമായി മുള്ളൂർക്കര പഞ്ചായത്തിൽപ്പെട്ട വളവ് ദേശത്തെ ഒരു 18കാരൻ്റെ ജീവനാണ് ഈ കുളം എടുത്തിട്ടുള്ളത് കേട്ടോ. ആ 18കാരനെ നമുക്കൊന്ന് കാണാം. ഇദ്ദേഹമാണ് കേട്ടോ ഈ കഴിഞ്ഞ 25/11/2025 ആ കുളത്തിൽ വീണിട്ട് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയത്. എത്രയോ കാലം ജീവിക്കേണ്ട, നമ്മോടൊപ്പം ജീവിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് ശേഷവും ജീവിക്കേണ്ട ആളായിരുന്നു. എന്ത് ചെയ്യാം, വിധി അദ്ദേഹത്തിനെ ആ കുളത്തിലൂടെ നഷ്ടപ്പെടുത്തി. അപ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. ഈ മരണം എന്നൊക്കെ പറഞ്ഞാൽ അതീവ സങ്കടകരമായൊരു കാര്യമാണ്. പൊതുവെ നമുക്കറിയാം, മരണം ഓരോ വ്യക്തിയുടെ നഷ്ടപ്പെടൽ നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ്. അത് ഇത്രയും ചെറുപ്പക്കാരാകുമ്പോൾ അതിനേക്കാൾ വലിയ മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. നമുക്ക് പുറമെയുള്ള ആളുകൾക്ക് തന്നെ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കുടുംബത്തിലുള്ള ആളുകളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അങ്ങേയറ്റം വേദനാജനകമാവും. അതും ഈ മോനെന്ന് പറഞ്ഞാൽ 3 പെൺമക്കളിൽ അവസാനത്തെ ഒരേ ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ആ കുടുംബത്തെ വിട്ടിട്ട് പോയത് ഈ കുളത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ഈ കുളത്തെക്കുറിച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊന്ന് നമുക്ക് നോക്കട്ടോ. ഈ കുളം നവീകരിക്കുന്നതിന് മുമ്പും പല ജീവനും അപഹരിച്ചിട്ടുണ്ട്. ഈ കുളം നവീകരിക്കുന്നതിന് മുമ്പ് ഈ കുളത്തിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതിൽ ചുഴിയുണ്ടെന്നും ഇതിൽ മറ്റെന്തോ ഭൂതപ്രേത പിശാചികൾ ഉണ്ടെന്നും എന്തിനേറെ പറയുന്നു നീരാളി ഉണ്ടെന്ന് വരെ ആളുകൾ പറയുന്നത് കേട്ടിരുന്നു. എന്നാൽ ഈ കുളത്തിൽ ഒരു മണ്ണാങ്കട്ടയില്ലെന്ന് ഈ കുളം നവീകരിക്കുന്ന സമയത്ത് തെളിഞ്ഞു കേട്ടോ. അശാസ്ത്രീയമായ ഈ കുളത്തിലൊന്നുമില്ല. കുളം പാടെ വറ്റിച്ച് ചേറെടുത്ത് 4 ഭാഗവും മതിൽ കെട്ടി കുളിക്കടവുകളും ഒരു ഭാഗം നീന്തൽക്കുളവും പണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഭംഗി കൂട്ടാൻ കാഴ്ചപ്പനയും നട്ടു. കൂടാതെ രാത്രികാലങ്ങളിൽ കുളിക്കുന്നവർക്കും ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നതിനും വേണ്ടി ഹൈമാസ് ലൈറ്റും അതോടൊപ്പം ഈ അടുത്ത സമയത്ത് അവിടെ ഓപ്പൺ ജിംനേഷ്യം കൂടി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഉണ്ടെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, വിലപ്പെട്ട മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന കുടുംബത്തോടൊപ്പം തൽക്കാലം ദുഃഖത്തിൽ പങ്കുചേരുന്നതല്ലാതെ ഇനിയൊരു മരണം ആ കുളത്തിൽ സംഭവിക്കരുത് എന്ന ഒരു തീരുമാനമെടുക്കാനും നടപ്പാക്കാനും ആരും ഇതുവരെ മുന്നിട്ടിറങ്ങിയിട്ടില്ല എന്നത് വളരെ ദുഃഖകരമാണ്. ഈ കുളം കണ്ടവർക്കറിയാം, 4 ഭാഗവും മതിൽക്കെട്ടുകൾ ഉള്ളതിനാൽ കുളം ചെറുതായി തോന്നും. നീന്തി കരപിടിക്കാൻ എളുപ്പമെന്ന് കരുതി നീന്തുന്നു. അക്കരെ എത്തുന്നതിന് മുമ്പ് കുഴയുന്നു, താഴെ പോകുന്നു. ചിലർ അക്കരയ്ക്ക് നീന്തി തിരിച്ച് ഇങ്ങോട്ടും നീന്തുന്നു. ഇക്കരെ എത്താതെ വെള്ളത്തിൽ താഴുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ കേവലം ഇതിന് ഒരറുതി വരുത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ലേ? നമ്മുടെ മക്കളുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ശാസ്ത്രീയമായി നടപടികൾ കൈക്കൊള്ളേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതോ ഇതൊക്കെ ചിലരുടെ വിധിയെന്ന് എഴുതിത്തള്ളി കളയേണ്ടതുണ്ടോ? ഈ ചോദ്യം മുള്ളൂർക്കര പഞ്ചായത്ത് അധികാരികളോടാണ് കേട്ടോ. ദയവീത് ഈ കുളത്തിന് കുറുകെ നിശ്ചിത അകലത്തിൽ 2 സ്റ്റീൽ പൈപ്പുകളെങ്കിലും പിടിപ്പിച്ചാൽ നീന്തി പോകുന്ന കുട്ടികൾ തളർന്നു എന്ന് തോന്നിയാൽ ഉടനെ ഈ പൈപ്പിൽ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. 2 പൈപ്പുകൾ വെള്ളത്തിനൊപ്പം സ്ഥാപിച്ചാൽ കുളം 4 തട്ടായി മാറും. അപ്പോൾ കുളത്തിൻ്റെ ദൈർഘ്യം വളരെ കുറയും. ഇനി അങ്ങോട്ട് നമ്മുടെ മക്കളുടെ ജീവൻ നഷ്ടമാവില്ല. അനുഭവങ്ങൾ പാഠങ്ങളായി ഉൾക്കൊണ്ട് മുള്ളൂർക്കര പഞ്ചായത്ത് അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ സന്നദ്ധത കാണിക്കുമെന്ന് കരുതുന്നു.
ഓരോ ജീവനും അങ്ങേയറ്റം വിലപ്പെട്ടതാണ്, നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതും. നഷ്ടപ്പെട്ട അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കും ജീവിതകാലം മുഴുവൻ മറക്കാൻ കഴിയാതെ കടുത്ത ദുഃഖം പേറി നടക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മുന്നിൽ തടയാൻ കഴിയുന്ന കാര്യങ്ങൾ തടയാനുള്ള പ്രവർത്തനം നടത്തിയേ പറ്റൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഏത് പാർട്ടി ആയാലും നമ്മുടെ കോട്ടക്കുളം മരണക്കുളമാക്കാൻ അനുവദിച്ചുകൂടാ. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് പരമാവധി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്തി ഈ കുളത്തിനെ നമുക്ക് മനുഷ്യജീവനുകൾ എടുക്കുന്നതിന് പകരം മനുഷ്യൻ്റെ ഉല്ലാസ കേന്ദ്രമായി തന്നെ നിലകൊള്ളാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ കണ്ണ് തുറന്ന് ഇടപെട്ട് ഈ കുളം നമ്മുടെ മക്കളുടെ ഉല്ലാസക്കുളം തന്നെ ആക്കി മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ ആളുകളും പരമാവധി പിന്തുണയ്ക്കുക. അതുപോലെ തന്നെ എല്ലാവരുടെയും കമൻറ്റുകളും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം കൂടിയും ചെയ്യുക. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ഉന്നതരായിരിക്കുന്ന കാലമാണ്. കാരണം ചന്ദ്രനിൽ വരെ പോകാൻ കഴിവുള്ള കാലത്താണ് നമ്മളിപ്പോൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലത്താണ് നമ്മളെ അങ്ങേയറ്റം ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു കുളം നമ്മുടെ മുന്നിൽ മരണതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നമ്മളിപ്പോൾ ആ കുളത്തിനെ ഇല്ലായ്മ ചെയ്യല്ല ചെയ്യേണ്ടത്. അതിനെതിരെ എന്തവിടെ നടപടിയെടുക്കാൻ പറ്റും, ശാസ്ത്രീയമായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്ത് നമ്മുടെ മക്കളുടെ ജീവൻ പരമാവധിയിലപ്പുറം രക്ഷിച്ചെടുക്കുക. നമ്മോടൊപ്പം അവർ ജീവിക്കാനുള്ളത്, നമുക്ക് ശേഷവും ജീവിക്കാനുള്ളതാണ് നമ്മുടെ മക്കൾ.